ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്ത്യ. ഇന്ത്യൻ അതിർത്തിയിലെ പാക് ഡ്രോൺ സാന്നിധ്യം ഇന്നലെ നമ്മൾ വിശദമായി തന്നെ എടുത്തൊരു വിഷയമാണ്. അതിന് തുടർച്ചയായാണ് ഇന്ന് കരസേനാ മേധാവി നടത്തിയ വാർത്താസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ശത്രുവിന്റെ ഏത് ശ്രമത്തിനും തിരിച്ചടി നൽകുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ കരുത്തും നിശ്ചയദാർഢ്യവും തെളിയിച്ചെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അഭിപ്രായപ്പെട്ടു. ഇപ്പോഴും തുടരുന്ന സൈനിക നടപടിയാണ് ഇതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏത് ദുസ്സാഹസം ഉണ്ടായാലും അതിന് കനത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാകിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോഴും 8 ഭീകര ക്യാമ്പുകൾ സജീവമാണെന്നും ഏതെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായാൽ നടപടിയെടുക്കുമെന്നുമാണ് കരസേനാ ദിവസത്തിന് മുന്നോടിയായി നടന്ന വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 7-ാം തീയതി രാവിലെ 7 മണിക്ക് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ 88 മണിക്കൂറോളം നീണ്ടുനിന്നു. ഭീകരവാദികളുടെ താവളങ്ങൾ തകർക്കുകയും പാകിസ്ഥാന്റെ ആണവ ഭീഷണികളെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. ആ ഓപ്പറേഷൻ സിന്ദൂറും അതിനുശേഷമുള്ള നമ്മുടെ തിരിച്ചടികളും പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഏകദേശം 100 സൈനികർ കൊല്ലപ്പെട്ടതായും കരസേനാ മേധാവി പറഞ്ഞു. ഓപ്പറേഷൻ എല്ലാ ദേശീയ പങ്കാളികളുടെയും സഹകരണം ഉണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ മികച്ച സംയുക്ത സൈനിക നീക്കമായിരുന്നു എന്ന് കരസേനാ മേധാവി പറയുന്നു. രാഷ്ട്രീയപരമായ വ്യക്തമായ നിർദ്ദേശങ്ങളോടെയാണ് ഇത് നടപ്പിലാക്കിയതെന്നും അദ്ദേഹം അറിയിച്ചു. ഭാവിയിലെ യുദ്ധങ്ങൾ ഒറ്റ സേനയുടെയോ വിഭാഗത്തിന്റെയോ മാത്രം വിജയമായിരിക്കില്ലെന്നും ഇതൊരു സംരംഭമായിരിക്കും എന്നതുമാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രിയുടെ ജയ് എന്ന കാഴ്ചപ്പാട് ഇതിന് ഊർജ്ജം പകർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് അധീന കശ്മീരിലും പാകിസ്ഥാനിലും പ്രവർത്തിച്ചിരുന്ന ഭീകരരുടെ 9 പ്രധാന താവളങ്ങളാണ് ഇന്ത്യ തകർത്തത്. ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തോയ്ബയുടെയും ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഈ ആക്രമണങ്ങൾ ഭീകരവാദികളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്നും പാകിസ്ഥാന്റെ ഭരണ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടിരുന്നില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിക്കാൻ ശ്രമം നടത്തിയതോടെയാണ് ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ ചെറുത്തത്. അതിനുശേഷം പാകിസ്ഥാന്റെ പ്രധാന വ്യോമത്താവളങ്ങൾക്കെതിരെയും ഇന്ത്യ ആക്രമണം നടത്തി. വടക്കൻ അതിർത്തികളിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ജമ്മു കാശ്മീരിൽ ഭീകര സംഘടനകളുടെ നെറ്റ്വർക്ക് ഏതാണ്ട് തകർക്കാനായി എന്ന് ഇന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അറിയിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ അധിക സേനാവിന്യാസം 2 രാജ്യങ്ങളും ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. അതേസമയം ജാഗ്രത തുടരുകയാണ് എന്നതുകൂടി കരസേനാ മേധാവി അറിയിക്കുന്നു. ഈ സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസത്തെ ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. പാകിസ്ഥാൻ അയച്ച ഡ്രോണുകൾ ആക്രമണ സ്വഭാവം ഉള്ളതായിരുന്നില്ലെന്നും ഡ്രോണുകൾ അയക്കരുതെന്ന് പാകിസ്ഥാന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമാണ് കരസേനാ മേധാവി അറിയിച്ചത്. എല്ലാ കമാൻഡിലും 5000 ഡ്രോണുകൾ തയ്യാറാക്കാനുള്ള ശേഷി ഇന്ത്യൻ സേനയ്ക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ലക്ഷക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കേണ്ടി വന്നേക്കാം. 100 കിലോമീറ്റർ വരെ പോകാനാകുന്ന ഡ്രോൺ പരീക്ഷിക്കാനായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്തായാലും കരസേനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സന്ദേശമാണ് ദ്വിവേദിയുടേത്. അത് പാകിസ്ഥാനുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പായി മാറുന്നതാണ് കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ തുടർ പ്രക്രിയ ആണ്. അത് പാകിസ്ഥാനെ നേരത്തെ തന്നെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അവിടെ നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു സന്ദേശം കരസേനാ മേധാവി തന്നെ പാകിസ്ഥാന് നൽകുന്നത്. അത് ഇന്നലത്തെ പ്രകോപനങ്ങളുടെ കൂടി ഭാഗമായിരുന്നു. ഇനി ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായാൽ അത് യുദ്ധപ്രഖ്യാപനമായി കാണും എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ്. ആ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.